കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് പടിയൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഒന്ന് ചേർന്നിട്ടൊരു സിനിമ ഈ മാർച്ച് 21-ാം തീയതി തിയേറ്ററിൽ റിലീസാകാൻ പോവുകയാണ്. ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളതും ആ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഭിനന്ദാണ്. ഞാൻ കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ നാട്. തിരുത്ത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 2-3 ഷോർട്ട് ഫിലിംസ്, സ്റ്റാറ്റ്സ് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോഷിയേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. അപ്പം ജോഷിയേട്ടൻ ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരു റോളുണ്ട്, നീ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് തിരുത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമസ്കാരം, എൻ്റെ പേര് അലൻസാജ്. ഞാൻ ഈ സിനിമയിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, +2 കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എൻ്റെ ജോഷിയായിട്ട് വിളിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമേൻ്റെ കഥയുണ്ട്, ചെയ്യാൻ പറ്റുമല്ലോ ചോദിച്ചിട്ട് പറഞ്ഞ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തുടങ്ങിയതാണ്. ആദ്യത്തെ സിനിമയാണ്, എല്ലാവരും കാണണം. എൻ്റെ പേര് നിമിഷ റോയ്സ്. ഞാൻ പടിയൂർ തന്നെയാണ് എൻ്റെ സ്വദേശം. ജോഷിയുടെ വൈഫായിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് അദ്ദേഹം തന്നത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. എൻ്റെ പേര് വിദ്യ, പടിയൂർ തന്നെയാണ്. കരാട്ടയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ശ്രീ സന്തോഷ് കുമാർ MP-യുടെ ക്യാരക്ടറിൻ്റെ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെ പേര് സകൽ. ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ വീട് പടിയൂർ തന്നെയാണ്. ഞാൻ ഇതിനകത്തൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ഒരു റോളാണ് ചെയ്യുന്നത്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വരുന്നൊരു റോളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും സിനിമ കണ്ട് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് തിരുത്തം എന്നൊരു പേര്? ഒരു തെറ്റ് നമുക്ക് സംഭവിക്കുമ്പോഴാണല്ലോ നമ്മളത് തിരുത്തുക, അല്ലെങ്കിൽ ആ തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മളത് തിരുത്താൻ ശ്രമിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ ഈ സിനിമയിൽ. കാരണം ഒന്നല്ല, ഇതിനകത്ത് വേറെ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, എല്ലാം പുതുമുഖങ്ങളാണ്. ഒരു നാട്ടിലുള്ള ആ നാട്ടുകാരുടെ കഥയായിട്ട് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്യുന്നു. അവിടെ ഉള്ളവരെ തന്നെ കാസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നൊരു ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ എന്താണ്? ഇത് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അത് ഇതൊരു വൈഡായിട്ടൊരു സിനിമ പോലെ നമുക്ക് ചെയ്താലോ എന്ന് എല്ലാവരും കൂടെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ സുഹൃത്തുക്കളാണല്ലോ, നമുക്കിതൊരു സിനിമയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്കിതൊരിക്കലും വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ സാധിക്കില്ല. കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ, നമ്മൾ സാധാരണക്കാരാണല്ല. എന്നാലും നമുക്കൊരു സിനിമയെ ചെയ്യാമെന്ന ഒരു ആഗ്രഹം. അപ്പം ഞാൻ നാട്ടിൽ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ട്. ദിലീപ് പറഞ്ഞ പോലെ ചേക്കിൻ്റെ സാധനം ചേക്ക് വിട്ട് പോകില്ല എന്ന് പറഞ്ഞ പോലെ അതിന് പുറത്തേക്കൊന്നും പോയിട്ടില്ല എങ്കിലും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ അത് എന്തായാലും ഒരു സിനിമയായിട്ട് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് ഇതൊരു സിനിമയാക്കി. സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു മുഖം കാണാനില്ലാത്തത് വളരെ നല്ലതാണ് എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മൾ ആ സിനിമയിലെ ആർട്ടിസ്റ്റുകൾക്കല്ല പ്രാധാന്യം, സിനിമയ്ക്ക് കഥയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ആ കഥ പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു മുഖം, പരിചയമുള്ള ഒരു മുഖം ഇല്ലാത്തത് നല്ലതാണെന്ന് ഇപ്പം തോന്നുന്നു.